ചലച്ചിത്ര പ്രവർത്തക ശ്രീമതി ഭാഗ്യലക്ഷ്മി നമ്മളോടൊപ്പം ഉണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇപ്പോൾ പല പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നെന്ന് മാത്രം. റിമ കല്ലിങ്കലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടത് അതിജീവിതയ്ക്കൊപ്പം തന്നെ നിൽക്കുന്നു, അവളുടെ നീതിക്ക് വേണ്ടി നിൽക്കുന്നു എന്നാണ്. വളരെ നിരാശയുണ്ട് ഈ വിധിയിൽ എന്നാണ് കെ അജിതയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ഈ വിധിന്യായത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതിനപ്പുറം ഒന്നും പ്രതീക്ഷിച്ചില്ല എന്ന് തന്നെ. ഞാൻ 4 വർഷം മുൻപ് തൃശ്ശൂരിൽ അവൾക്കൊപ്പം എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ വെച്ച് ഞാൻ പറഞ്ഞപ്പോ എന്നെ എല്ലാരും കൂടെ അന്ന് കടിച്ചു കീറാൻ വന്നു. വിധി നേരത്തെ എഴുതി വെച്ചിരിക്കുന്നു എന്ന്. അത്രേ ഉള്ളൂ. അത് തന്നെ എനിക്കിപ്പോഴും പറയാനുള്ളൂ. അത് ഇന്ന് വായിച്ചു എന്ന് മാത്രം. ഇതിനൊന്നും പ്രതീക്ഷിച്ചില്ല. പിന്നെ അവൾ ഉണ്ടാക്കിയ ഒരു 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 ശക്തിയുണ്ട് ഇവിടെ, ഒരു ചരിത്രമുണ്ട്. അത് ഇല്ലാതെയാക്കാൻ ആർക്കും സാധിക്കില്ല. മനുഷ്യരുടെ കോടതിയിലെ ഇന്നത്തെ വിധി വന്നിട്ടുള്ളൂ. ഇനിയുമുണ്ട് കോടതികൾ, ഇനിയുമുണ്ട് ന്യായാധിപന്മാർ, ഇനിയുമുണ്ട് നല്ല വിധി തരുന്ന ജഡ്ജസ് ഇവിടെ ഉണ്ട്. ആ ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് ഈ കഴിഞ്ഞ 3 ദിവസം ഈ മാധ്യമങ്ങളെല്ലാം അവൾക്ക് വേണ്ടി അഹോരാത്രം വാർത്തങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു. എല്ലാ മാധ്യമങ്ങളും അവളോടൊപ്പം തന്നെയായിരുന്നു. അതിന് താഴെ വന്ന പൊതുജനങ്ങൾ 90% പൊതുജനത്തിന്റെയും അഭിപ്രായം ഒന്ന് തന്നെയായിരുന്നു. ഇവരെല്ലാവരും പറഞ്ഞത് ഇതൊക്കെ തന്നെ സംഭവിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മളാരും ഷോക്ഡ് അല്ല. പക്ഷെ എവിടെയോ നമ്മൾക്ക് ഒരു 1% നമ്മളൊന്നും പ്രതീക്ഷിച്ചല്ലോ. 1% എവിടെയും ഒരു ശതമാനം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വിധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന്റെ ഒരു ചെറിയൊരു വിഷമം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവളെ തളർത്താനോ ഞങ്ങളുടെ ആരുടെയും പോരാട്ട വീര്യം ഇല്ലാതെയാക്കാനോ ഒന്നും ഒരു വിധിക്കും സാധിക്കില്ല. ഞങ്ങൾ ഇനിയും അവളോടൊപ്പം തന്നെ, ഞാൻ ഇപ്പോഴും അവളുടെ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. അവളോടൊപ്പം തന്നെയാണ്. അവളോടൊപ്പം ഉള്ളവർ എല്ലാവരും അവസാനം വരെ അവളോടൊപ്പം തന്നെ ഉണ്ടാകും. ഇപ്പൊ അയാൾക്ക് വേണ്ടി കീജെ വിളിക്കുന്നവരെല്ലാം അയാളുടെ പണത്തിന് വേണ്ടിയാണ്, അയാളുടെ സ്വാധീനത്തിന് വേണ്ടി ആണ്. ഈ അയാൾക്ക് വേണ്ടി സംസാരിക്കുന്നവരെല്ലാം അതിന്റെ പിന്നാലെ സഞ്ചരിക്കുന്നവരാണ്. ആ പണം ഇല്ലാതായി കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങ് പൊക്കോളും. അത്രേ ഉള്ളൂ. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇപ്പോൾ ഇതിന് ശേഷമുള്ള ദിലീപിന്റെ പ്രതികരണം ഒരുപക്ഷെ താങ്കൾ ടെലിവിഷനിൽ കണ്ടു കാണും. ഇല്ലെങ്കിൽ അതിലൊരു ഭാഗം ഞാൻ പറയാം. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും അവർ തെരഞ്ഞെടുത്ത ക്രിമിനൽ പോലീസ് സംഘവും ഇത് തനിക്കെതിരെ കെട്ടിച്ചമച്ച ഒരു കള്ളക്കേസ്, ഒരു ഗൂഢാലോചന, ഒരു കള്ളക്കഥ, അത് കോടതി മുൻപാകെ തകർന്നു വീണിരിക്കുന്നു എന്നാണ്. മാത്രമല്ല, മഞ്ജു വാര്യരെ ദിലീപ് ഇന്നത്തെ പ്രതികരണത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. മഞ്ജു പറഞ്ഞതിന് ശേഷമാണ് ഇതിലെ ക്രിമിനൽ ഗൂഢാലോചന, ക്രിമിനൽ കോൺസ്പിറസി എന്നൊരു ഭാഗം ഈ കേസിലേക്ക് വരുന്നത് എന്നാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ കേരളത്തിൽ ഈ രാജ്യത്ത് മറ്റേത് സംസ്ഥാനം വേണമെങ്കിലും പറയൂ, ഈ കേരളത്തിൽ വെറും ഒരു കൂലിപ്പണിക്കാരനെ പോലും അനാവശ്യമായിട്ട് ഒരു ലോക്കപ്പിൽ ഇടാൻ ഇവിടെ പറ്റില്ല. പൊതുജനം വെറുതെ ഇരിക്കില്ല, ഇവിടെയുള്ള മാധ്യമങ്ങൾ വെറുതെ ഇരിക്കില്ല. ആ ഒരു സംസ്ഥാനത്ത് ഇത്രയധികം സാമ്പത്തികമായും സാമൂഹികമായും തന്റെ തൊഴിൽ രംഗത്തും സ്വാധീനമുള്ള ഒരാളെ, മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ കുറച്ച് പോലീസുകാർ ചേർന്ന് അയാളെ അറസ്റ്റ് ചെയ്തിട്ട് 85 ദിവസം. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇയാളെ അറസ്റ്റ് ചെയ്തപ്പോ കോടതിയിൽ കൊണ്ടുപോയി പിന്നെ ഇയാള് ജാമ്യം തരാൻ വേണ്ടി ഇയാൾ അപേക്ഷിച്ചപ്പോ 3 കോടതിയും തള്ളിയല്ലോ. അപ്പൊ ആ 3 കോടതിയും ഇയാളെ അകത്താക്കാനുള്ള ഗൂഢാലോചനയിൽ ഈ പോലീസ് അധികാരികളോടൊപ്പം പങ്കുചേർന്നിരുന്നോ? ഈ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥരാണ്, അവർ നടത്തിയ ഗൂഢാലോചനയാണ്. മഞ്ജു വാര്യർ നടത്തിയ ഗൂഢാലോചനയാണെങ്കിൽ അയാളുടെ 3 തവണ അയാളുടെ ജാമ്യം നിഷേധിച്ച കോടതിയും ഇതിനോടൊപ്പം ആയിരുന്നോ എന്നുകൂടി ഇന്നും അയാൾ പ്രതി തന്നെയാണ്, പ്രതിയായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ആ പ്രതി അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഒരാളെ 85 1ഉം 2ഉം ദിവസമല്ല, 85 ദിവസമാണ് അകത്തിട്ടത്. ഈ 85 ദിവസം ഒരാളെ അകത്തിടുക എന്ന് പറയുന്നത് ഒരു തെളിവുമില്ലാതെ അങ്ങനെ ഒരാളെ ഈ രാജ്യത്ത് നടക്കില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കില്ല. അപ്പോ അയാൾ കുറ്റം ചെയ്തു എന്നുള്ളത് അയാൾക്കും നന്നായിട്ട് അറിയാം, അതറിയേണ്ട ചിലർക്കും അറിയാം. പക്ഷേ കണ്ണടച്ച് ഇരുട്ടാക്കുന്നു.
അത്രേ എനിക്ക് പറയാൻ. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഒറ്റ കാര്യം കൂടി. ഇപ്പോൾ അതിജീവിതയ്ക്കയുടെ ഒപ്പമാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, താങ്കൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ പറയുക. ഇനി ഒരു തുടർ നടപടി സംബന്ധിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും അതിജീവിത ഈ കാര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ? എന്തായിരിക്കണം ഇനി തുടർ നീക്കങ്ങൾ എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡിസ്കഷൻ ആയിട്ടുണ്ടോ? പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടോ? ഞങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അവളുടെ ഉള്ളിൽ ഒരു ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഒരു 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 മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനമില്ലേ? കാരണം ഒരു പ്രതി ഒന്നായ ഒരാളാണ് ആ ആളുടെ പേര് പറഞ്ഞത്, ഞാനല്ല പറഞ്ഞത്. വേറെ എത്രയോ സിനിമയിലുള്ള പ്രമുഖർ ഇവിടെ ഉണ്ടായിട്ടും ആ ഒരു വ്യക്തിയുടെ പേര് മാത്രം പറഞ്ഞ ഒരാളാണ്. ആ ആള് പറഞ്ഞിട്ടും ഈ വ്യക്തിക്കെതിരെ ഇത്രയധികം തെളിവുകളും ഇത്രയധികം സാക്ഷികളും ഉണ്ടായിട്ടും ഇതാണ് എങ്കിൽ എന്നൊരു ഷോക്കിലാണ് സത്യത്തിൽ ഇരിക്കുന്നത്. ഒന്നും സംസാരിക്കാതെ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുക. ഞാൻ പിന്നെ എന്റെ പ്രതിഷേധം എനിക്ക് പൊതുജനത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ മാധ്യമങ്ങളിൽ കൂടി സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ആളുകൾ വിചാരിക്കും നമ്മൾ ഉത്തരം മുട്ടി, ഇവർക്ക് ഇപ്പൊ ഒന്നും പറയാനില്ലേ, ഇത് കുറച്ച് പേട്ടന്മാര് ഉണ്ടല്ലോ കൂടെ, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഇനി ആരൊക്കെ അയാളോടൊപ്പം ഈ സിനിമാ ലോകത്ത് ഏതൊക്കെ നിർമ്മാതാവും ഏതൊക്കെ MP-മാരും ഏതൊക്കെ മന്ത്രിമാരും ആരൊക്കെ അയാളോടൊപ്പം നിന്നാലും ഞങ്ങൾ അവളോടൊപ്പം തന്നെയാണ്. ഇനിയും ഞങ്ങൾ പോരാടും. അവളിവിടെ ഉണ്ടാക്കിയ ഒരു ചരിത്രമുണ്ട് ഈ സിനിമ ലോകത്ത്. അവൾ കാരണം ഇവിടെ ഉണ്ടാക്കിയ ചില മാറ്റങ്ങളുണ്ട്. അതൊന്നും ആരും മറക്കരുത്. അതുകൊണ്ട് തന്നെ അവസാനം വരെ ഞങ്ങൾ അവളോടൊപ്പമായിരിക്കും. ശരി ശ്രീമതി ഭാഗ്യലക്ഷ്മി, നമ്മൾ ഈ വിധിന്യായം വരുന്നതിന് മുൻപ് പരാതിക്കാരിയുടെ അഭിഭാഷക, താങ്കൾക്കറിയാലോ, അഡ്വക്കേറ്റ് TB മിനി സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഈ അതിജീവിതയോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസമാണ് ആ കുട്ടിക്കുള്ളത്. മാത്രമല്ല അവർ ജീവിതത്തിൽ അനുഭവിക്കാവുന്നതിൻ്റെ പരമാവധി അനുഭവിച്ചു കഴിഞ്ഞാൽ ട്രോമയിലൂടെ കടന്നുപോയ ഒരാളല്ലേ, ഞങ്ങൾ ഈ ഘട്ടത്തിൽ എന്ത് സംസാരിക്കാനാണ് എന്ന് വിധി വരുന്നതിന് മുൻപേ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതേ ഒരു അവസ്ഥയിൽ തന്നെ ആയിരിക്കണം അവരുള്ളത് എന്നാണ് ഞാനിപ്പോൾ താങ്കൾ സംസാരിച്ചതിൽ നിന്നും മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അവൾ വിജയിക്കുന്നവരെ അവൾ പോരാടും. അത് കഴിഞ്ഞിട്ട് അവൾ പൊതുസമൂഹത്തിനോടും മാധ്യമങ്ങളോടും അവൾ എന്തെങ്കിലും സംസാരിക്കും. അത് ചിലപ്പോൾ ഇന്നായിരിക്കില്ല, നാളെ ആയിരിക്കില്ല, എന്നെങ്കിലും സംസാരിക്കും. ഇപ്പൊ തൽക്കാലം എല്ലാവരും അവളോടൊപ്പം ഇതുവരെ കൊടുത്ത അതേ സപ്പോർട്ട് ഇനിയും എല്ലാവരും ഇതേപോലെ കൊടുക്കണം. എനിക്ക് നിരന്തരം കഴിഞ്ഞ 3 ദിവസമായിട്ടും ഇന്നും മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കണ്ട, ഇതിനപ്പുറം ഒന്നും, അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഇനിയും ഉണ്ടല്ലോ പോകാൻ. ഇനിയും നേരത്തെ പറഞ്ഞ ഇനിയും കോടതികളുണ്ട്, ഇനിയും നന്മയുള്ള ന്യായാധിപന്മാർ ഇവിടെ ഉണ്ട്. അവരെയും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അവരിൽ ഞങ്ങളുടെ പ്രതീക്ഷകൾ മുഴുവനും അങ്ങോട്ടാണ്. ഈ പറയുന്ന 1000-ലധികം പേജുകളുള്ള സാക്ഷികളും എവിഡൻസും തെളിവുകളും എല്ലാം ഉണ്ടല്ലോ. നമുക്ക് ചോദിക്കാം. ഈ പറയുന്ന മാതിരി അയാൾ ഇത് ഗൂഢാലോചന തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ പിന്നെ ആരാണ് പൾസർ സുനിക്ക് ഈ കൊട്ടേഷൻ കൊടുത്തത്? അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടുപിടിക്കണം എന്ന് പറയാനുള്ള ഒരു ഉത്തരവാദിത്വം കോടതിക്കുണ്ട്. ഈ പറയുന്ന വ്യക്തി അല്ലെങ്കിൽ പിന്നെ ആരാണ് അയാൾക്ക് ആ കൊട്ടേഷൻ കൊടുത്തത്? അല്ലാതെ വെറുതെ അയാൾക്ക് ഇതുകൊണ്ട് എന്ത് കിട്ടി? അയാളാണ് പറയുന്നത്, അവളല്ല പറഞ്ഞത്. ഇയാളാണ് ഇതിന്റെ പിന്നിലെന്ന് അവളല്ല പറഞ്ഞത്, അവനാണ് പറഞ്ഞത്. അപ്പോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായും നിങ്ങൾ അന്വേഷിക്കണം എന്ന് പറയാനുള്ള ബാധ്യത കോടതിക്കുണ്ട്. ശരി, വളരെയധികം നന്ദി. ഏതായാലും ശ്രീമതി ഭാഗ്യലക്ഷ്മി, താങ്കൾ പ്രതികരിച്ചതിന്. അതിജീവിതയ്ക്കൊപ്പം അവരിയ്ക്കുന്ന ഇടത്താണ് ശ്രീമതി ഭാഗ്യലക്ഷ്മിയും ഉള്ളത്. പ്രതികരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഘട്ടത്തിൽ പ്രതികരിക്കാൻ തയ്യാറായത്. അതേസമയം തന്നെ അതിജീവിത ഒരു ഷോക്കിലാണ്. അവർ കൂടുതലൊന്നും സംസാരിച്ചിട്ടില്ല. ഏതായാലും ഇതിൽ നീതി ഉറപ്പാക്കും വരെ നീക്കങ്ങളുമായി നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. പൊതുസമൂഹത്തിൽ എന്തെങ്കിലും ഒരിക്കൽ താൻ അതിജീവിത പ്രത്യക്ഷപ്പെട്ട് ഈ കാര്യങ്ങളിലെല്ലാം ഉള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തും എന്നാണ് ശ്രീമതി ഭാഗ്യലക്ഷ്മി ഇപ്പോൾ അവരുടെ പ്രതികരണത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദിലീപിനെ അനുകൂലിക്കുന്നവർ, ദിലീപിന്റെ ഇപ്പോഴത്തെ വിജയത്തിൽ ആഹ്ലാദിക്കുന്നവർ, ദിലീപിന് വേണ്ടി ജയ് വിളിക്കുന്നവർ ഒക്കെ തന്നെ ദിലീപിന്റെ സ്വാധീനത്തിനും പണത്തിനും ഭാഗമായിട്ട് അതിൽ ആകൃഷ്ടരായി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അതിജീവിതയ്ക്കൊപ്പമാണ് തങ്ങളെപ്പോലുള്ളവർ നിന്നിട്ടുള്ളത്. തുടർന്ന് അങ്ങോട്ടും അവരുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനൊപ്പമുണ്ടാകും എന്നാണ് ശ്രീമതി ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.